കേരള വാട്ടർ അതോറിറ്റി പ്രതിമാസം 15 കിലോ ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾക്ക് നിലവിൽ സൗജന്യമായിട്ടാണ് ജലം നൽകി വരുന്നത്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് ഉപഭോക്താക്കൾ എല്ലാ വർഷവും ജനുവരി 31 മുൻപ് ആനുകൂല്യത്തിനായുള്ള അപേക്ഷ പുതുക്കി നൽകേണ്ടതുണ്ട്. 2025 വർഷത്തെ BPL ആനുകൂല്യത്തിനായുള്ള അപേക്ഷ സമർപ്പിക്കുവാൻ ഇപ്പോൾ ഓൺലൈനായി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ BPL ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കളും പുതിയതായി BPL ആനുകൂല്യം വേണ്ട ഉപഭോക്താക്കളും സ്വന്തമായിട്ടോ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ 2025 വർഷത്തേക്കുള്ള BPL അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. BPL ആനുകൂല്യത്തിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യങ്ങൾ നൽകുന്നത്. BPL ആനുകൂല്യത്തിനായി അപേക്ഷിച്ച ഉപഭോക്താക്കളിൽ പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവർ, വാട്ടർ ചാർജ് കുടിശ്ശിക ഉള്ളവർ, APL സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുള്ളവർ എന്നിവർക്ക് ആനുകൂല്യം ലഭിക്കുകയില്ല. ജനുവരി 31 മുൻപ് കേടായ മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടക്കുകയും ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി ഉപഭോക്താവ് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ആദ്യം ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുക. അടുത്തതായി എങ്ങനെയാണ് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജിൽ നിങ്ങളുടെ കൺസ്യൂമർ ID, കൺസ്യൂമർ നമ്പർ എന്നിവ നൽകുക. ഇത് രണ്ടും നിങ്ങളുടെ വാട്ടർ ബില്ലിൽ ഉണ്ടായിരിക്കും. ഇവ നൽകിയതിനു ശേഷം താഴെയുള്ള പ്രൊസീഡ് ബട്ടൺ അമർത്തുക. അപ്പോൾ ഉപഭോക്താവിന്റെ പേര് താഴെ കാണിക്കുന്നതായിരിക്കും. അതിനും താഴെയായി കാണുന്ന ബോക്സിൽ പുതിയതായി ചേർക്കേണ്ട മൊബൈൽ നമ്പർ നൽകുക. അതിനുശേഷം തൊട്ടടുത്ത് വരുന്ന വെരിഫൈ ബട്ടൺ അമർത്തുക. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. തുടർന്ന് താഴെ വരുന്ന ബോക്സിൽ OTP നൽകി രജിസ്റ്റർ ബട്ടൺ അമർത്തുക. ഇതോടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ആവുന്നതായിരിക്കും. അടുത്തതായി എങ്ങനെയാണ് BPL അപേക്ഷ നൽകുന്നതെന്ന് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ QR കോഡ് സ്കാൻ ചെയ്യുകയോ ചെയ്താൽ വരുന്ന പേജിൽ അപ്ലൈ ഓൺലൈൻ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ന്യൂ ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ ആദ്യം കൺസ്യൂമർ ID, അതിനുശേഷം രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നിവ നൽകുക. അപ്പോൾ തന്നെ പേര്, കൺസ്യൂമർ നമ്പർ, സെക്ഷന്റെ പേര് എന്നിവ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം BPL ആപ്ലിക്കേഷൻ കൊടുത്തതാണെങ്കിൽ റേഷൻ കാർഡ് നമ്പറും ഓട്ടോമാറ്റിക് ആയി വരും. വന്നിട്ടില്ലെങ്കിൽ റേഷൻ കാർഡ് നമ്പർ നൽകിയതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ BPL ആപ്ലിക്കേഷൻ പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ചതായി മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് പേജിന്റെ മുകളിലായി വരുന്ന ഹോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും ആദ്യം വന്ന പേജിലേക്ക് പോയി അവിടെയുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വരുന്ന ബോക്സിൽ കൺസ്യൂമർ ID കൊടുത്ത് നമ്മൾ സമർപ്പിച്ച BPL അപേക്ഷയുടെ നിലവിലുള്ള സ്റ്റാറ്റസ് അറിയാവുന്നതാണ്.